ആരാധനക്രമ പഠന പരമ്പരയിലെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് നമ്മൾ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, പാപമോചനം. കാരണം മനുഷ്യരായി ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരും പാപികളാണ്. അവർക്കെല്ലാം പാപമോചനം ആവശ്യമാണ്, അത്യാവശ്യമാണ്. നല്ലവണ്ണം വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് വിദ്യാഭ്യാസം അത്ര അത്യാവശ്യമല്ല. നല്ല സമ്പത്തുള്ള ഒരാൾക്ക് സമ്പത്ത് വലിയൊരു അത്യാവശ്യമല്ല. നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് ആരോഗ്യം വലിയൊരു അത്യാവശ്യമല്ല. എന്നാൽ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ആവശ്യമായ ഒരു കാര്യമാണ് പാപമോചനം. കാരണം നമ്മളെല്ലാവരും പാപികളാണ്. നമ്മളെല്ലാവരും പാപമോചനം ലഭിക്കാനായി ആഗ്രഹിക്കുന്നവരുമാണ്. മനുഷ്യൻ്റെ പാപം പൂർണ്ണമായി മായ്ക്കാൻ, ഇല്ലാതാക്കുവാൻ ദൈവത്തിനു മാത്രമേ കഴിയൂ എന്നുള്ളതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായ ചിന്ത. ദൈവത്തിനു മാത്രമേ മനുഷ്യൻ്റെ പാപങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പാപമോചനം ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ദൈവം പാപം മോചിക്കുന്നത് പഴയ നിയമ പുരോഹിതരിലൂടെയാണ്. ദൈവം പാപമോചന കർമ്മം പുരോഹിതരിലൂടെയാണ് നിർവഹിക്കുന്നത്. ഒരു വ്യക്തി പാപമോചനത്തിനായി ഒരാടിനെ ബലി കഴിക്കുമ്പോൾ പാപപരിഹാര ബലിക്കായി ആടിൻ്റെ ശിരസിൽ കൈകൾ വെച്ച് പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ഈ ആടിനെ ബലി കഴിപ്പിക്കാനായി പാപപരിഹാര ബലിയായി അർപ്പിക്കുകയാണ്. പുരോഹിതൻ ഈ ആടിനെ ബലിയർപ്പിച്ച് അതിൻ്റെ രക്തം ബലിപീഠത്തിന് മേലും ജനങ്ങളുടെ മേലും തളിക്കുമ്പോൾ പാപപരിഹാരം ലഭിച്ചു എന്നവർ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് പാപപരിഹാര ബലി പൗരോഹിത്യത്തിലൂടെയാണ്, ദേവാലയത്തിലെ ബലിയിലൂടെയാണ്, പാപപരിഹാര ബലിയിലൂടെയാണ് ഇസ്രായേലിൽ അവർ അനുഷ്ഠിച്ചിരുന്നത്. ചുരുക്കത്തിൽ പാപമോചനവും പൗരോഹിത്യവുമായി പഴയ നിയമത്തിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൻ്റെ തുടർച്ചയാണ് പുതിയ നിയമം. യേശു പറഞ്ഞു, ഞാൻ പഴയ നിയമത്തെ ഇല്ലാതാക്കാൻ വന്നതല്ല, പൂർത്തിയാക്കാൻ വന്നതാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ പല കാര്യങ്ങളുടെയും പൂർത്തീകരണം പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് നമ്മൾ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. നമുക്കറിയാം, വിശുദ്ധ കുമ്പസാരം ഒരു കൂദാശയാണ്. കൂദാശ സഭയിൽ 7 കൂദാശകളാണുള്ളത് എന്ന് നമുക്കറിയാം. അതിലൊരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ്. ദൃശ്യമായ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും അദൃശ്യമായ ദൈവകൃപ മനുഷ്യരിലേക്ക് ചൊരിയപ്പെടുന്ന സഭയുടെ ആരാധനയാണ്, അഥവാ പ്രവൃത്തികളെയാണ് കൂദാശകളെന്ന് പറയുക. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംസർഗ വേദികളാണ് കൂദാശകൾ. പാപിയായ മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയായ സഭയിലെ പുരോഹിതൻ്റെ അടുക്കൽ പാപം ഏറ്റുപറഞ്ഞ് പുരോഹിതനിലൂടെ യേശുവിൽ നിന്നും പാപമോചനം പ്രാപിക്കുന്ന സഭാപരമായ കർമ്മമാണ് വിശുദ്ധ കുമ്പസാരം. ദൈവകരുണയിൽ പങ്കുചേരുന്നതിൻ്റെ ജീവസുറ്റ അനുഭവമാണ് കുമ്പസാരം എന്ന കൂദാശ പ്രദാനം ചെയ്യുന്നത്. വിശുദ്ധ കുമ്പസാരവും പാപമോചനവും പൗരോഹിത്യവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണുകയുണ്ടായി. പഴയ നിയമത്തിൽ പാപപരിഹാര ബലിയിലൂടെയാണ് പാപമോചനം നൽകപ്പെട്ടിരുന്നത്. പുതിയ നിയമത്തിൽ ഈ പാപമോചനം പുരോഹിതരിലൂടെ ഇന്ന് സഭയിൽ നിർവഹിക്കപ്പെടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ആളുകൾ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി, യേശു പുരോഹിതനായിരുന്നോ? രണ്ടാമതായി, യേശു പുരോഹിതൻ എന്ന നിലയിൽ പാപമോചനം നൽകിയിരുന്നോ? മൂന്നാമതായി, യേശു പാപമോചന അധികാരം അപ്പസ്തോലന്മാർക്ക്, ശിഷ്യന്മാർക്ക് നൽകിയിരുന്നു. നാലാമതായി, അപ്പസ്തോലന്മാർ സഭയുടെ ആരംഭം മുതൽ ഈ പാപമോചന അധികാരം സഭയിൽ ഉപയോഗിച്ചിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി, യേശു പുരോഹിതനാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. യേശു അപ്പസ്തോലന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ
മിശിഹായാണ്, ക്രിസ്തുവാണ്. 2 ഡിക്ലറേഷനാണ് പത്രോസ് അവിടെ നടത്തിയത്. ഒന്നാമതായി നീ ദൈവത്തിൻ്റെ പുത്രനാണ്, രണ്ടാമതായി നീ മിശിഹായാണ് അഥവാ ക്രിസ്തുവാണ്. പത്രോസ് 2 ഡിക്ലറേഷൻ നടത്തുമ്പോൾ 2 വലിയ കാര്യങ്ങളാണ് അവിടെ പ്രസ്താവിക്കുന്നത്. ഒന്നാമതായി യേശു ക്രിസ്തു അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച ദൈവപുത്രനാണ്. പിതാവ് എന്നുണ്ടോ അന്ന് തന്നെ പുത്രനും അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രനാണ്. യേശുവിൻ്റെ പ്രീ എക്സിസ്റ്റൻസ്, യേശു മനുഷ്യനായി ജനിക്കുന്നതിന് മുൻപുള്ള യേശുവിൻ്റെ അസ്തിത്വത്തെ പത്രോസ് ഏറ്റു പറയുകയാണ്. നീ ദൈവപുത്രനാണ്. രണ്ടാമത് പറയുകയാണ് നീ മിശിഹായാണ്. മിശിഹ എന്ന ഹീബ്രു വാക്കിൻ്റെ ഗ്രീക്കാണ് ക്രിസ്തു എന്നുള്ളത്. അപ്പോൾ നീ മിശിഹായാണ്. എന്താണ് അർത്ഥമാക്കുന്നത്? മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ. പഴയ നിയമ ജനത മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നു, അഥവാ ഒരു അഭിഷിക്തനെ പ്രതീക്ഷിച്ചിരുന്നു. മിശിഹ വരുമ്പോൾ അവർക്ക് രാജ്യം പുനഃസ്ഥാപിക്കും, അവർക്ക് എല്ലാ കാര്യങ്ങളും ശുഭമാക്കി തീർക്കും എന്നവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അവർ വിശ്വസിച്ചിരുന്ന അഭിഷിക്തൻ അഥവാ മിശിഹ അത് ദാവീദിനേക്കാൾ വലിയ രാജാവായിരിക്കും, ഏലിയേക്കാൾ വലിയ പ്രവാചകനായിരിക്കും, അഹ്റോനേക്കാൾ വലിയ പുരോഹിതനായിരിക്കും. അപ്പോൾ 3 വ്യക്തികളെയാണ് പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്തിരുന്നത്, പുരോഹിതരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും. അപ്പോൾ ദി അനോയിൻറ്റഡ് വൺ, യഥാർത്ഥ അഭിഷിക്തൻ, അവൻ പുരോഹിതനും രാജാവും അതുപോലെ തന്നെ പ്രവാചകനുമായിരിക്കും. പത്രോസ് നീ മിശിഹായാണെന്ന് പറഞ്ഞതുവഴി പത്രോസ് പ്രഖ്യാപിച്ചത് നീ അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ചപ്പോൾ തന്നെ നീ നിത്യപ്രവാചകനും നിത്യപുരോഹിതനും നിത്യ രാജാവുമാണ്. അങ്ങനെ പത്രോസിൻ്റെ ഈ പ്രഖ്യാപനത്തിലൂടെ യേശു അനാദിയിലെ നിത്യപുരോഹിതനും നിത്യപ്രവാചകനും നിത്യരാജാവുമാണെന്ന് പത്രോസ് ഏറ്റുപറയുകയായിരുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ യേശുവിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ നീ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ട്. ഹെബ്രായർ 7:17. അതുപോലെ തന്നെ ഹെബ്രായർ 8:1 ഇപ്രകാരം കാണുന്നു: ഇതുവരെ പ്രതിപാദിച്ചതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൽ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. ഇവിടെയെല്ലാം യേശുവിൻ്റെ പൗരോഹിത്യത്തെ വിശുദ്ധ പൗലോസ് ഏറ്റുപറയുകയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമത്തിൽ ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. പ്രവാചക പുരോഹിത രാജകീയ ദൗത്യമുള്ള ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം ആദത്തിന് നൽകി. ആദത്തിനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ മൂക്കിലേക്ക് ജീവൻ്റെ ശ്വാസം ഊതി അഭിഷേകം കൊടുത്തു, ആത്മാവിനെ കൊടുത്തു. അങ്ങനെ ആദം പ്രവാചകനും പുരോഹിതനും രാജാവും ആയി. മിശിഹായിക്കടുത്ത ഈ ത്രിവിധ ദൗത്യങ്ങൾ ആദത്തിനെ ദൈവപുത്രനായ മിശിഹ ഏൽപ്പിക്കുകയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധന ക്രമം, പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രാർത്ഥനകളിൽ, ദുഃഖവെള്ളിയാഴ്ചയുടെ 3-ാം മണിയുടെ പ്രാർത്ഥനയിൽ ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്: ആദത്തിന് പർദീസായിൽ വെച്ച് പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം നൽകി. എന്നാൽ ആദം പാപം ചെയ്തത് മൂലം ഈ പരിശുദ്ധാത്മ അഭിഷേകം നഷ്ടപ്പെട്ടതിനാൽ ഈ ദൗത്യം നിർവഹിക്കാൻ ആദത്തിന് കഴിഞ്ഞില്ല. ഈ ത്രിവിധ ദൗത്യങ്ങൾ ആദത്തിന് നിർവഹിക്കുവാനായിട്ട് സാധിച്ചില്ല. ദൈവം ഈ ത്രിവിധ ദൗത്യങ്ങൾ വീണ്ടും നൽകുന്നതിനായി ദൈവം സീനായ് മലയിൽ പ്രത്യക്ഷപ്പെട്ട് മോശയ്ക്ക് ഈ ദൗത്യം ഭാഗികമായി നൽകുകയാണ്. നമ്മളതുകൊണ്ട് പുരോഹിതരുടെ പട്ടത്തിൻ്റെ സമയത്ത് ഇപ്രകാരം ചൊല്ലാറുണ്ട്: സീനായ് മലമേലാഗതനായി കൈവപ്പേകി മൂശയ്ക്കായി, മൂശ തുടർന്ന അഹറോനേകി യൂഹാനോൻ വരെയും വന്നു. അതായത് ഈ ത്രിവിധ ദൗത്യം നിർവഹിക്കാൻ ആദ്യം സാധിച്ചില്ല. ഈ ത്രിവിധ ദൗത്യം ദൈവം ഭാഗികമായി സീനായ് മലയിൽ മോശയ്ക്ക് നൽകി. മോശ തുടർന്ന് അഹ്റോനും സ്നാപയോഹന്നാൻ വരെ നൽകി. ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യനായി തീർന്നു. അങ്ങനെ യഥാർത്ഥ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം യഥാർത്ഥ മിശിഹായായ യേശുവിലുണ്ടെന്ന് ജനം കാണുകയും ജനം അവനെ മിശിഹായായി അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. അതുകൊണ്ട് യേശു മിശിഹ എന്ന നിലയിൽ യേശു നിത്യപുരോഹിതനും നിത്യപ്രവാചകനും
നിത്യ രാജാവുമാണ്. ഹെബ്രായർ 7:16-17, ഹെബ്രായർ 8:1 ഇവിടെയൊക്കെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തെക്കുറിച്ച്, യേശു നിത്യപുരോഹിതനാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം തീർച്ചയാണ്, യേശു നിത്യപ്രവാചകനും നിത്യപുരോഹിതനും നിത്യ രാജാവുമാണ്. രണ്ടാമത്തെ ചോദ്യം, യേശു പുരോഹിതനെന്ന നിലയിൽ പാപപരിഹാരം നൽകിയിരുന്നോ? യേശു പുരോഹിത നിലയിൽ ആരുടെയെങ്കിലും പാപം മോചിച്ചിരുന്നോ? യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ ആർക്കെങ്കിലും പാപമോചനം നൽകിയിരുന്നോ? നമുക്കറിയാം, യേശു മിശിഹ എന്ന നിലയിൽ തൻ്റെ പരസ്യ ജീവിതത്തിൽ പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യം നിർവഹിച്ചു. പ്രവാചകൻ എന്ന നിലയിൽ പഠിപ്പിച്ചു. നിരന്തരം അവിടുന്ന് തൻ്റെ പഠിപ്പിക്കലുകൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു. പുരോഹിത എന്ന നിലയിൽ യേശു തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു. പാപമോചനം നൽകുകയും കുരിശിൽ പാപപരിഹാര ബലി അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അനേകരെ വിശുദ്ധീകരിച്ചു. അപ്പോൾ യേശു അനേകരുടെ പാപം മോചിച്ചു. പാപിനിയുടെ പാപം മോചിച്ചു, തളർവാദ രോഗിയുടെ പാപം മോചിച്ചു. അങ്ങനെ നിരവധി ആളുകളുടെ പാപം മോചിച്ചു. അങ്ങനെ യേശു പുരോഹിത നിലയിൽ പാപമോചനം നൽകി. അതുപോലെ തന്നെ പുരോഹിതൻ എന്ന നിലയിൽ കാൽവരിയിൽ ബലിയർപ്പിച്ച് പൗരോഹിത്യ ശുശ്രൂഷ പൂർത്തീകരിച്ചു. അങ്ങനെ അനേകരെ കർത്താവ് വിശുദ്ധീകരിച്ചു. അങ്ങനെ യേശു തൻ്റെ ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. മൂന്നാമതായി, യേശു തൻ്റെ രാജകീയ ദൗത്യം, യേശുവിൻ്റെ രാജ്യത്വം അധികാരത്തിൻ്റെയും ശക്തിയുടെയുമല്ല, അത് ത്യാഗത്തിൻ്റെയും അത് ശുശ്രൂഷയുടെയും രാജ്യത്വമാണ്. രോഗസൗഖ്യം നൽകിയും വിശക്കുന്നവന് ആഹാരം നൽകിയും വിവിധ ശുശ്രൂഷകളിലൂടെ തൻ്റെ ശുശ്രൂഷ രാജകീയ ദൗത്യം യേശു നിർവഹിച്ചു. നമുക്കൊരു കാര്യം അറിയാം, യേശു ഒരിക്കലും തൻ്റെ പരസ്യ ജീവിതത്തിൽ ലേവായ പൗരോഹിത്യ ശുശ്രൂഷകൾ നിർവഹിച്ചില്ല. പുരോഹിത നിലയിൽ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് പൗരോഹിത്യ കർമ്മങ്ങളൊന്നും യേശു പുരോഹിത നിലയിൽ നിർവഹിച്ചില്ല. കാരണം യേശുവിൻ്റെ പൗരോഹിത്യം ലേവായ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയായിരുന്നില്ല. യേശു ലേവായ ഗോത്രത്തിൽപ്പെട്ടവനല്ലാത്തതിനാൽ ലേവായ പൗരോഹിത്യ കർമ്മം യേശു നിർവഹിച്ചില്ല. എന്നാൽ യേശു യൂദാ ഗോത്രത്തിൽപ്പെട്ടവനും നിത്യപുരോഹിതനുമാകയാൽ പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധീകരിക്കുന്ന ശുശ്രൂഷകൾ യേശു പരസ്യ ജീവിതത്തിൽ നിർവഹിക്കുകയുണ്ടായി. യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ തളർവാദ രോഗിയുടെ പാപം മോചിച്ച് തനിക്ക് പാപമോചന അധികാരം ഉണ്ടെന്ന് തെളിയിച്ചു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, പാപം മോചിക്കാൻ ആരാണ് ഇവന് അധികാരം നൽകുന്നത്? ദൈവത്തിന് മാത്രമല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ അധികാരമുള്ളത്? കൂടാതെ പാപിനിയായ സ്ത്രീയുടെയും വ്യഭിചാരിണിയുടെയും മറ്റനേകരുടെയും പാപം യേശു മോചിച്ചതായി സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ പുരോഹിതർ ജെറുസലേം ദേവാലയത്തിൽ അർപ്പിക്കുന്ന പാപപരിഹാര ബലി യേശു കുരിശിൽ അർപ്പിച്ച് പുരോഹിത നിലയിൽ മനുഷ്യവംശത്തിന് മുഴുവൻ പാപത്തിനും വേണ്ടി യേശു പരിഹാരം ചെയ്തു. അങ്ങനെ പാപമോചനം പൗരോഹിത്യവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ പുരോഹിതരാണ് പാപപരിഹാര ബലിയിലൂടെ ജനത്തിന് പാപപരിഹാരം നൽകിയിരുന്നത്. യേശു മഹാപുരോഹിതനും നിത്യപുരോഹിതനുമാകയാൽ തൻ്റെ പരസ്യ ജീവിതത്തിൽ പുരോഹിതനടുത്ത പാപമോചനം നൽകി പാപമോചന അധികാരം നിർവഹിച്ചു. യേശു കാൽവരിയിൽ പാപപരിഹാര ബലി അർപ്പിച്ച് പൗരോഹിത്യ ബലിയർപ്പണം നടത്തി മനുഷ്യവംശത്തിൻ്റെ പാപം മോചിച്ചു. യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ വ്യക്തമായി നിർവഹിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത് ലേവായ പൗരോഹിത്യത്തിൻ്റെ കർമ്മങ്ങളായിരുന്നില്ല. പിന്നെയോ നിത്യപുരോഹിത നിലയിൽ അടിസ്ഥാന പൗരോഹിത്യ ശുശ്രൂഷകളാണ് യേശു പാപമോചനത്തിലൂടെയും ബലിയർപ്പണത്തിലൂടെയും വിശുദ്ധീകരണ കർമ്മങ്ങളിലൂടെയും നടത്തിയിരുന്നത്. മൂന്നാമത്തെ ചോദ്യം, യേശു തൻ്റെ പൗരോഹിത്യവും പാപമോചന അധികാരവും അപ്പോസ്തലന്മാർക്ക് നൽകിയോ? അവർ അവരുടെ പിൻഗാമികൾക്ക് ഈ അധികാരം കൈമാറ്റം ചെയ്തു. യേശു മിശിഹ എന്ന നിലയിൽ അനാദിയിൽ ലഭിച്ച പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യം യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ നിറവേറ്റിയ ഈ ത്രിവിധ ദൗത്യങ്ങൾ ഉത്ഥാനശേഷം മനുഷ്യവംശത്തിൻ്റെ പുനരുദ്ധാരണം പൂർത്തീകരിച്ച് ദൃശ്യമായ സഭയുടെ അടിസ്ഥാന തൂണുകളായ അപ്പോസ്തലന്മാർക്ക് നൽകി. യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ നിർവഹിച്ച ഈ പൗരോഹിത്യ ശുശ്രൂഷകൾ, അതിൻ്റെ അധികാരം യേശു മരിച്ച് ഉത്ഥാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ഈ അധികാരം നൽകി.
വളരെ വ്യക്തമായി യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 20-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഈ പൗരോഹിത്യം നൽകുന്നതായും പാപമോചന അധികാരം നൽകുന്നതായും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവീൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവ് പുത്രനെ അയച്ചത് ഈ ത്രിവിധ മിശിഹായ്ക്ക് അടുത്ത ശുശ്രൂഷ ചെയ്യാനാണ്, പഠിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും നയിക്കാനും. അതായത് പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യം നിർവഹിക്കാനാണ് പിതാവ് തന്നെ അയച്ചത്. അതേ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്, അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുകയാണ്. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു പറയുമ്പോൾ യേശു എന്തൊക്കെ ഈ ഭൂമിയിൽ നിർവഹിച്ചോ അതേ ശുശ്രൂഷകൾ, പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യ ശുശ്രൂഷകൾ നിർവഹിക്കാൻ അപ്പസ്തോലന്മാരെ ഭരമേൽപ്പിക്കുകയാണ്. അവരുടെ മേൽ നിശ്വസിച്ചു, അവരുടെ മേൽ ഊതി. പരിശുദ്ധാത്മാവിനെ നൽകുന്നതിൻ്റെ പ്രതീകമാണ്. പർദീസായിൽ ആദത്തിൻ്റെ മൂക്കിൽ ജീവൻ്റെ ശ്വാസം ഊതി അവന് ജീവൻ കൊടുത്തു, ആത്മാവിനെ കൊടുത്തു, അഭിഷേകം കൊടുത്തു, പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യം കൊടുത്തു. അതുപോലെ ഇവിടെ യേശു അപ്പസ്തോലന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവർക്ക് ആത്മാവിനെ നൽകുകയാണ്, അഭിഷേകം നൽകുകയാണ്. പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യം അവരെ ഭരമേൽപ്പിക്കുകയാണ്. യേശു നിർവഹിച്ച അതേ ദൗത്യങ്ങൾ ഭൂമിയിൽ നിർവഹിക്കുവാൻ കർത്താവ് അവർക്ക് അധികാരം കൊടുക്കുകയാണ്, പരിശുദ്ധാത്മ ശക്തി കൊടുക്കുകയാണ്. അവരുടെ മേൽ നിശ്വസിച്ചതിലൂടെ അഭിഷേകം കൊടുത്ത് പൗരോഹിത്യം അവർക്ക് നൽകുകയാണ്. അപ്പസ്തോലന്മാർ ഈ ദൗത്യം അവരുടെ പിൻഗാമികളായ മെത്രാന്മാർക്കും മെത്രാന്മാർ പുരോഹിതർക്കും നൽകുകയാണ്. 1 തിമോത്തി 1:19, 2 തിമോത്തി 1:6, 2 തിമോത്തി 2:2 നാം ഇപ്രകാരം വായിക്കുന്നു, അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്ന് കൊടുക്കുക. ഇവിടെ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പൗരോഹിത്യ ധർമ്മം, ഈ അപ്പസ്തോലിക അധികാരം പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കാനും നയിക്കാനുമുള്ള പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യം പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് നൽകുന്നതും തിമോത്തിയോസിനോട് പറയുകയാണ്, നീ പട്ടണങ്ങൾ തോറും ചെന്ന് അവിടെ നേതാക്കന്മാരെ കണ്ടെത്തി അവർക്ക് ഈ ദൗത്യം ഭരമേൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, പിതാവിനെ അയച്ചപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് അപ്പസ്തോലന്മാരെ അയച്ചതുപോലെ അപ്പസ്തോലന്മാർ അവരുടെ പിൻഗാമികളെ ഈ ദൗത്യം ഭരമേൽപ്പിച്ച് അയക്കുന്നതായി വിശുദ്ധ ലിഖിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുവിശേഷ പ്രഘോഷണത്തിലൂടെ പഠിപ്പിക്കാൻ പുരോഹിതന് അധികാരമുണ്ട്. അത് നമുക്ക് വിശുദ്ധ ലിഖിതത്തിൽ കാണാൻ സാധിക്കും. മർക്കോസ് 16:15, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. വിശുദ്ധ മത്തായി 28:18, അതുപോലെ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പുരോഹിതന് അധികാരം നൽകുന്നുണ്ട്. ലൂക്കാ 22:18. ചുരുക്കത്തിൽ സുവിശേഷം പ്രഘോഷിക്കാൻ പുരോഹിതന് അധികാരമുണ്ടെങ്കിൽ, വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പുരോഹിതന് അധികാരമുണ്ടെങ്കിൽ, പുരോഹിതന് പാപമോചനം നൽകുവാനുള്ള അധികാരവും പുരോഹിതന് നൽകിയിട്ടുണ്ട്. യോഹന്നാൻ 20, 21, 23 നമ്മൾ വായിച്ചതാണ്. അപ്പോൾ പഠിപ്പിക്കുവാനും ബലിയർപ്പിക്കുവാനും പാപം മോചിക്കുവാനും പുരോഹിതന് ഒരുപോലെ അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് വിശുദ്ധ ലിഖിതപരമാണ്, വിശുദ്ധ ബൈബിൾ അധിഷ്ഠിതമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ പൗരോഹിത്യവും അതുപോലെ തന്നെ പാപമോചന അധികാരവും പാപമോചനാധികാരം അപ്പസ്തോലന്മാർക്ക് നൽകുന്നതും വളരെ വ്യക്തമായി വിശുദ്ധ ലിഖിതത്തിൽ, വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുമ്പസാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പുരോഹിതൻ്റെ അടുക്കൽ കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്ന ചില സഭകൾ, ചില സമൂഹങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, നമുക്കറിയാം. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ്, പെന്തക്കോസ് സഭാ സമൂഹങ്ങൾ കുമ്പസാരത്തിൻ്റെ ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്നതായി നമുക്കറിയാം. അതിനു മുൻപായിട്ട് പ്രൊട്ടസ്റ്റൻ്റ് സഭയുടെ ഇതുമായി ബന്ധപ്പെട്ട ചിന്താധാരകൾ, മാർട്ടിൻ ലൂതർ ഇതിനെ എങ്ങനെയാണ് കണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. നമുക്കറിയാം 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ പ്രൊട്ടസ്റ്റന്റിസം ആരംഭിക്കുന്നതുവരെ
എല്ലാ പൗരസ്ത്യ പാശ്ചാത്യ സഭകളും പൗരോഹിത്യത്തെയും പാപമോചനത്തെയും സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായി മനസ്സിലാക്കിയിരുന്നു. പൗരസ്ത്യ പാശ്ചാത്യ സഭകളിൽ പുരോഹിതരുടെ അടുക്കൽ കുമ്പസാരിക്കുന്ന രീതി 1-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ 15-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റന്റിസം ആരംഭിച്ചപ്പോൾ ലൂതർ വിശ്വാസികളുടെ പൊതു പൗരോഹിത്യത്തിന് ഊന്നൽ നൽകി. 1 പത്രോസ് 2:9 പറയുന്നുണ്ട്, നിങ്ങൾ പൗരോഹിത്യ ഗണമാണ്, ദൈവത്തിൻ്റെ ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. അതുകൊണ്ട് പൊതു പൗരോഹിത്യം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ആവശ്യമില്ല. 1500 വർഷം സഭയിൽ നിലനിന്നിരുന്ന ശുശ്രൂഷ പൗരോഹിത്യത്തെയും പൗരോഹിത്യ അധികാരത്തെയും പൂർണ്ണമായി ലൂതർ നിഷേധിക്കുകയാണ് ചെയ്തത്. വിശുദ്ധ മാമോദീസായും വിശുദ്ധ കുർബാനയും മാത്രം കൂദാശകളായി അദ്ദേഹം അംഗീകരിച്ചു. വിശുദ്ധ കുർബാന അന്ത്യത്താഴത്തിൻ്റെ അനുസ്മരണം മാത്രമായ വിരുന്ന് മാത്രമാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു. കാൽവരിയിലെ യേശുവിൻ്റെ ബലിയുമായി കുർബാനയ്ക്ക് ബന്ധമൊന്നുമില്ലെന്നും അതിനാൽ വിശുദ്ധ കുർബാന ബലിയല്ലെന്നും ലൂതർ പഠിപ്പിച്ചു. പാപമോചനത്തിനും ബലിയർപ്പണത്തിനും പുരോഹിതന് ആവശ്യമാണ്. അതുകൊണ്ട് ലൂതർ പാപമോചനത്തെയും ബലിയർപ്പണത്തെയും എതിർത്തത് പൗരോഹിത്യത്തെ എതിർക്കാനാണ്. കാരണം പൗരോഹിത്യമുണ്ടെങ്കിൽ പാപമോചനവും ബലിയർപ്പണവും ആവശ്യമാണ്. വിശുദ്ധ കുർബാനയിലെ ബലിയർപ്പണത്തെയും കുമ്പസാരമ കൂദാശയെയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. പൗരോഹിത്യത്തിനു പകരം ഓർഡൈൻഡ് മിനിസ്റ്റർ മതി, പാസ്റ്റർ മതി, സമൂഹത്തെ നയിക്കാൻ ലീഡർ മതി എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അതിനാലാണ് പ്രൊട്ടസ്റ്റന്റ് പൗരോഹിത്യത്തെ കത്തോലിക്ക സഭ അംഗീകരിക്കാത്തത്. കാരണം അത് ഒരു ഓർഡൈൻഡ് മിനിസ്റ്റർ എന്ന നിലയിൽ മാത്രമാണ് പൗരോഹിത്യത്തെ അവർ കാണുന്നത്. കത്തോലിക്ക സഭ കാണുന്നത് പോലെ, പൗരസ്ത്യ സഭ കാണുന്ന പോലെ ബലിയർപ്പിക്കുന്ന, പാപമോചനം നൽകുന്ന ഒരു പൗരോഹിത്യ കാഴ്ചപ്പാട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഓർഡൈൻഡ് മിനിസ്റ്ററുകൾ കാണുന്നില്ല. ചുരുക്കത്തിൽ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് സമൂഹങ്ങൾ കുമ്പസാരമെന്ന പാപമോചന കൂദാശയെയോ പ്രത്യേക പൗരോഹിത്യത്തെയോ അംഗീകരിക്കുന്നില്ല. ഈ ചിന്താധാര 500 വർഷമായി യൂറോപ്പിൽ ശക്തി പ്രാപിച്ചു. അതിനാൽ കുമ്പസാരത്തെ തള്ളിക്കളയുന്ന ചിന്താധാര പൊതുസമൂഹത്തിൽ വളരെ വ്യാപകമായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലും ഈ ചിന്താധാര പലരെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുമ്പസാരത്തിൻ്റെ ആവശ്യമില്ല, പൗരോഹിത്യത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയുള്ള പൊതു ചിന്താധാര നമ്മുടെ സമൂഹത്തിലും വ്യാപകമായി കാണാൻ നമുക്ക് സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന ഒരു ചിന്താധാരയാണ്, എന്തിനാണ് പുരോഹിതനോട് പാപം ഏറ്റുപറയുന്നത്? യേശുവിനോട് പാപം നേരിട്ട് ഏറ്റുപറഞ്ഞാൽ പാപമോചനം ലഭിക്കില്ലേ? കേൾക്കുമ്പോൾ വളരെ ലോജിക്കായിട്ടുള്ളതും വളരെ അർത്ഥപൂർണമായൊരു ചോദ്യമാണ് നമുക്ക് തോന്നാം. AD 70 എഴുതപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവ ലിഖിതമാണ് ഡിഡാക്കെ എന്നറിയപ്പെടുന്ന പുസ്തകം. ഡിഡാക്കെ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു വ്യക്തിയും ദൈവവും തനിച്ച് സ്വകാര്യതയിൽ ഏകാന്തതയിൽ ചെയ്യേണ്ട പ്രവൃത്തിയല്ല കുമ്പസാരം, പിന്നെയോ ഇത് സഭയിൽ പരസ്യമായി ചെയ്യേണ്ടതാണ്. അതായത് ഞാനും ദൈവവും തമ്മിൽ സ്വകാര്യതയിൽ ഒറ്റപ്പെട്ട് നടത്തേണ്ട ഒരു കർമ്മമല്ല കുമ്പസാരം. യേശുവിൻ്റെ പരിജീവിതത്തിൽ ഒരിക്കലും അപ്പസ്തലന്മാരോടോ മറ്റാരോടോ പറഞ്ഞില്ല, നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്താൽ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ മതി, നീയും ദൈവവും തമ്മിൽ സ്വകാര്യമായി പാപം ഏറ്റുപറഞ്ഞ് പാപമോചനം നേടണം എന്ന് കർത്താവ് പറഞ്ഞില്ല. പിന്നെയോ കർത്താവ് പാപമോചന അധികാരം അപ്പസ്തലന്മാരെ ഫലമേൽപ്പിച്ചു. അതിന്നും തുടരുന്നു. ആദിമസഭയിൽ വിശ്വാസത്യാഗം, കൊലപാതകം, വ്യഭിചാരം എന്നീ പാപങ്ങൾ സഭയുടെ മുൻപാകെ പരസ്യമായി ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിക്കുന്ന രീതി നിലവിലുണ്ടായിരുന്നു. അതായത് ഒരു സഭാസമൂഹത്തിൽ ആരെങ്കിലും വിശ്വാസത്യാഗം ചെയ്താൽ വലിയ തെറ്റായി കരുതിയിരുന്നു. കൊലപാതകം, വ്യഭിചാരം, അപ്രകാരമുള്ള ആളുകൾ സഭയിലേക്ക് തിരികെ വരണമെങ്കിൽ അവർ പരസ്യമായി സഭയുടെ മുൻപാകെ അവിടെ പാപം ഏറ്റുപറയുന്ന രീതി ആദിമസഭയിൽ നിലനിന്നിരുന്നു. ആശ്രമങ്ങളിൽ ഓരോ ദിവസവും സന്ധ്യാസമയത്ത് ആശ്രമശ്രേഷ്ഠൻ്റെ മുൻപിൽ പരസ്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. ക്രമേണ ഈ ഒരു പതിവ് രഹസ്യ കുമ്പസാരത്തിലേക്ക് സഭയിൽ വ്യാപകമായി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശിരസ്സും പുരോഹിതനുമായ യേശുവും അവൻ്റെ ശരീരമായ സഭയിലെ വിശ്വാസികളായ ദൈവജനവും ഒന്നുചേർന്ന് പരസ്യമായി നിർവഹിക്കുന്ന
സഭയുടെ ആരാധനയുടെ പ്രവൃത്തിയാണ് സഭയിൽ 7 കൂദാശകൾ. അതിനാൽ വിശുദ്ധീകരിക്കുന്ന കർമ്മമായ കൂദാശകളിൽ ഒന്നായ കുമ്പസാരവും സഭയുടെ പൊതുവായ പ്രവൃത്തിയാണ്. അവിടെ യേശുവിൻ്റെ പ്രതിനിധിയായ പുരോഹിതൻ്റെ സ്ഥാനം അനിവാര്യമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പുരോഹിതൻ ആവശ്യമാണെങ്കിൽ വിശുദ്ധ കുമ്പസാരത്തിനും പുരോഹിതൻ ആവശ്യമാണ്. കുമ്പസാരം സഭയുടെ പൊതുപ്രവൃത്തിയാണ്, പൗരോഹിത്യ പ്രവൃത്തിയാണ്. അവിടെ യേശുവിൻ്റെ പ്രതിനിധിയായ പുരോഹിതൻ്റെ സ്ഥാനം അനിവാര്യമാണ്. മെത്രാനോ മെത്രാൻ്റെ പകരക്കാരനെ പുരോഹിതനോ ഇല്ലാതെ ഒരു കൂദാശയും സഭയിൽ നിർവഹിക്കപ്പെടുകയില്ല. ചുരുക്കത്തിൽ സ്വകാര്യമായി ദൈവത്തോട് പാപം ഏറ്റുപറയുന്നതുകൊണ്ട് മാത്രം കുമ്പസാരം എന്ന കൂദാശ വഴി സഭയിലൂടെ ലഭിക്കുന്ന കൃപാവരത്തിൻ്റെ പൂർണ്ണതയും ഉറപ്പും നേരിട്ടുള്ള പാപമോചന അനുഭവവും ലഭിക്കുകയില്ല. യേശു പാപമോചനാധികാരം അപ്പോസ്തലന്മാരെ അഥവാ സഭയാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അതിനാൽ സഭയിൽ കുമ്പസാരം എന്ന കൂദാശയിലൂടെയാണ് പാപമോചനത്തിൻ്റെ പൂർണ്ണതയും ഉറപ്പും നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഒരു വ്യക്തി പാപം ചെയ്താൽ ആ വ്യക്തി ദൈവത്തോട് പാപം ഏറ്റുപറഞ്ഞ് സ്വകാര്യതയിൽ നടത്തുന്ന ഒരു കർമ്മമല്ല പാപമോചനം. വിശുദ്ധലിഖിതത്തിലോ സഭയുടെ പാരമ്പര്യത്തിലോ അപ്രകാരം ഒരു കാര്യവും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. പകരമായി പാപമോചനം സഭയിലൂടെ പൗരോഹിത്യത്തിലൂടെയാണ് സഭയിൽ നാളിതുവരെയും തുടർന്നിട്ടുള്ളത്. 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അതിനെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകളും പഠിപ്പിക്കലുകളും സഭയിൽ രൂപപ്പെട്ടത്. അതുകൊണ്ട് ഞാനും യേശുക്രിസ്തുവും തമ്മിലുള്ള ഒരു പ്രൈവറ്റ് അഫെയർ അല്ല കുമ്പസാരം, അത് സഭയുടെ പ്രവൃത്തിയാണ്. അത് നമുക്ക് കുറേ കൂടെ ആഴമായിട്ട് നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. പാപമോചനം ഒരു വ്യക്തിക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെയോ അത് ഒരു തുടർ പ്രക്രിയയാണ്. ഞാൻ യേശുവിനോട് വ്യക്തിപരമായി പാപം ഏറ്റുപറഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം പാപമോചനത്തിൻ്റെ പൂർണ്ണത ലഭിക്കുകയില്ല. അത് പാപമോചനത്തിൻ്റെ ആരംഭം മാത്രമേ ആകുന്നുള്ളൂ. പാപമോചനം എന്താണെന്നും അതിന് അനന്തരഫലം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് പാപമോചനത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുക. ക്രിസ്തീയത യേശുക്രിസ്തുവുമായും പരിശുദ്ധ തൃത്വവുമായുള്ള ആഴപ്പെട്ട വ്യക്തിബന്ധമാണ്. സ്നേഹത്തിൻ്റെ നിരസനമാണ് പാപം, കൽപ്പനകളുടെ നിരസനമാണ് പാപം. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, ഈ സ്നേഹത്തിനെതിരായ എല്ലാ പ്രവൃത്തികളും പാപമാണ്. യേശു മണവാളനും സഭ മണവാട്ടിയും എന്ന പ്രതീകത്തിലൂടെ വിശുദ്ധ പൗലോസ് ശ്ലീഹ വിശ്വാസിയും യേശുവും തമ്മിലുള്ള ഈ ബന്ധത്തെ വിവരിക്കുന്നുണ്ട്. എഫേസ്യർ 5:26. മണവാളനായ യേശുവിന് ഇഷ്ടമില്ലാത്തത് മണവാട്ടി ചെയ്യുമ്പോൾ, യേശു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് മണവാട്ടി ചെയ്യാതിരിക്കുമ്പോൾ മണവാളനായ യേശു വേദനിക്കും. ഇവിടെ മണവാട്ടി യേശുവിനോട് ക്ഷമ ചോദിക്കുകയാണ്. മണവാട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന അനുതാപത്തിൻ്റെ ചിന്ത, ആ നൊമ്പരം അവൾ യേശുവിൻ്റെ അടുക്കൽ പങ്കുവയ്ക്കുകയാണ്. യേശുവിനുള്ള സ്നേഹത്തിൽ നിന്നും ഉളവാകുന്ന പശ്ചാത്താപമാണ്, അനുതാപമാണ് യഥാർത്ഥത്തിൽ പൂർണ്ണ അനുതാപം എന്ന് പറയുക. മണവാളനായ യേശുവിനെ ശിക്ഷയുടെ പേരിൽ ഭയപ്പെട്ടോ ഭൗതിക അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകുമെന്നതിൻ്റെ പേരിലോ മണവാട്ടിയിൽ ഉണ്ടാകുന്ന അനുതാപം അത് ഭാഗികമാണ്, പൂർണ്ണമല്ല. ചുരുക്കത്തിൽ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി മണവാട്ടിയുടെ ഹൃദയത്തിൽ രൂപപ്പെടുന്ന പാപത്തെക്കുറിച്ചുള്ള അനുതാപ ചിന്തകൾ അവൾ യേശുവിൻ്റെ സന്നിധിയിൽ ഉയർത്തുകയാണ്. പാപമോചന പ്രക്രിയയുടെ 1-ാം ഭാഗം മാത്രമാണിത്. പാപമോചനം പൂർണ്ണമാകണമെങ്കിൽ 4 തരത്തിലുള്ള അന്വചനം സംഭവിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ പാപം ഏറ്റുപറയുന്നത് വഴി പാപമോചനത്തിൻ്റെ 1-ാമത്തെ ഘട്ടം ആരംഭിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മണവാട്ടി മണവാളൻ്റെ അടുക്കൽ, ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു പോയി, ഐ ആം സോറി ജീസസ് എന്ന് ഒരു മണവാട്ടി മണവാളൻ്റെ അടുക്കൽ ഹൃദയ നൊമ്പരത്തോടുകൂടി പറയുമ്പോൾ പാപമോചനം ആരംഭിച്ചു എന്ന് പറയാം. അവിടെ പാപമോചനം പൂർത്തിയായി എന്ന് നമ്മൾ കരുതരുത്. ഒരു പാപം ഏതൊക്കെ തലങ്ങളിൽ അത് സ്വാധീനം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. പാപം 4 തലത്തിലുള്ള ബന്ധങ്ങളെ ബാധിക്കും. ഒന്നാമതായി, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കും. ഞാനും ദൈവമുള്ള ബന്ധത്തെ അത് ബാധിക്കുമെങ്കിൽ ഞാനും ദൈവവുമായി അനുരഞ്ജനപ്പെടണം, രമ്യപ്പെടണം. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഓരോ വ്യക്തിയും യേശുവുമായി
ദൈവവുമായി അനുരഞ്ജനപ്പെടേണ്ടിയിരിക്കുന്നു. എല്ലാ പാപവും ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ്, ദൈവമായിട്ടുള്ള ബന്ധത്തെ ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് ആ ബന്ധം പുനഃസ്ഥാപിക്കണം, രമ്യപ്പെടണം. അതുകൊണ്ട് പാപമോചനം ആരംഭിക്കുന്നത് എൻ്റെ മനസ്സിലുണ്ടാകുന്ന അടിസ്ഥാന അനുതാപ ചിന്ത, ഞാൻ ദൈവത്തെ വേദനിപ്പിച്ചു, എൻ്റെ മണവാളനായ യേശുവിനെ വേദനിപ്പിച്ചു, യേശുവിനോട് ഞാൻ അനുരഞ്ജനപ്പെടണം. അത് പാപമോചനത്തിൻ്റെ ആരംഭം മാത്രമേ ആകുന്നുള്ളൂ. ഒന്നാമത്തെ തലം മാത്രമാണത്. രണ്ടാമതായി, പാപം ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ മുറിപ്പെടുത്തുന്നു. ഞാൻ ചെയ്യുന്ന എല്ലാ പാപവും എന്നിൽ ഒരു ആഘാതം സൃഷ്ടിക്കും. അതിൻ്റെ തീവ്രതയിൽ ആഴമായ കുറ്റബോധവും ചിലപ്പോഴൊക്കെ വിഷാദ രോഗവും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ രമ്യപ്പെടേണ്ടിയിരിക്കുന്നു. ഞാൻ പാപം ചെയ്യുന്നത് വഴി എന്നിലുണ്ടാകുന്ന വലിയ മാനസിക സംഘർഷമുണ്ട്. അവിടേക്കാണ് ഈ ആധുനിക കാലത്ത് അനേകർക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നത്, കുറ്റബോധം. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ അനുരഞ്ജനപ്പെടേണ്ടിയിരിക്കുന്നു. ആദ്യം ഞാൻ യേശുവിനോട്, ദൈവത്തോട് അനുരഞ്ജനപ്പെടണം. രണ്ടാമത് ഞാൻ എന്നോട് തന്നെ അനുരഞ്ജനപ്പെടണം. മൂന്നാമതായി, ഞാൻ പാപം ചെയ്യുമ്പോൾ ഞാനായിരിക്കുന്ന സമൂഹത്തെ, സഭയാകുന്ന ശരീരത്തെ അത് മുറിപ്പെടുത്തുന്നു. യേശു ശിരസ്സും ആ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. എൻ്റെ ഒരു വിരലിന് വേദന വന്നാൽ ശരീരം മുഴുവൻ വേദനിക്കും എന്ന് പറഞ്ഞതുപോലെ, ഈ സഭയിലെ ഒരു വ്യക്തി ഒരു പാപം ചെയ്യുമ്പോൾ, ഒരു വ്യക്തിക്കൊരു വേദന ഉണ്ടാകുമ്പോൾ ആ ശരീരം മുഴുവൻ അത് വേദനിക്കും. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അതിൻ്റെ മാനസിക ആഘാതം ആ വ്യക്തിയിൽ ഉണ്ടാകുന്നത് പോലെ, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ പാപത്തിൻ്റെ മാനസിക ആഘാതം ആ ശരീരം മുഴുവൻ, ആ സഭാഗാത്രം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഓരോ വ്യക്തിയും ചെയ്യുന്ന പാപം സഭയാകുന്ന ശരീരത്തെ മുറിപ്പെടുത്തും. ഞാൻ പാപം ചെയ്യുമ്പോൾ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തെ, സഭയാകുന്ന ശരീരത്തെ അത് മുറിപ്പെടുത്തും. സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ് യേശുക്രിസ്തുവാണ്. ആ ശരീരത്തിലെ അവയവങ്ങളാണ് ഓരോ വിശ്വാസി. അതിനാൽ വിവിധ വ്യക്തികൾ ഉൾപ്പെടുന്ന ഈ ശരീരത്തിൽ ഒരു വ്യക്തി ഒരു അവയവം വേദനിച്ചാൽ സഭയാകുന്ന ശരീരം മുഴുവൻ വേദനിക്കും. അതിനാൽ സഭാഗാത്രവുമായി സമൂഹവുമായി ഞാൻ അനുരഞ്ജനപ്പെടേണ്ടിയിരിക്കുന്നു, രമ്യതപ്പെടേണ്ടിയിരിക്കുന്നു. കൂടാതെ ഏതെങ്കിലും വ്യക്തിയെ എൻ്റെ പാപം മൂലം ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോടും അനുരഞ്ജനപ്പെടാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാനൊരു വ്യക്തിയെ അധിക്ഷേപിച്ചെങ്കിൽ, അകാരണമായി ഞാൻ കോപിച്ച് മുറിപ്പെടുത്തിയെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചെങ്കിൽ ആ വ്യക്തിയോട് വ്യക്തിപരമായി ക്ഷമ ചോദിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തിയോട് ക്ഷമ ചോദിച്ച് ആ വ്യക്തി എന്നോട് ക്ഷമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് ആ പാപത്തിന് പരിഹാരം ലഭിക്കുക. മറ്റു രീതിയിൽ ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ 10,000 രൂപ കട്ടെടുത്തെങ്കിൽ ആ 10,000 രൂപ ഞാൻ ആ വ്യക്തിക്ക് തിരികെ കൊടുക്കുമ്പോൾ മാത്രമാണ് എനിക്ക് പാപമോചനം ലഭിക്കുക. ഞാനൊരു വ്യക്തിയുടെ 10,000 രൂപ കട്ടെടുത്തിട്ട് ഞാനും യേശുവും തമ്മിലുള്ള പ്രൈവറ്റ് അഫെയറാണ് കുമ്പസാരം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ ഐ ആം സോറി ജീസസ് എന്ന് പറഞ്ഞാൽ പാപമോചനം ലഭിക്കുകയില്ല, പാപത്തിൻ്റെ പരിഹാരം ലഭിക്കുകയില്ല. ഞാൻ വ്യക്തിയെ അകാരണമായി മുറിപ്പെടുത്തിയിട്ട്, വേദനിപ്പിച്ചിട്ട്, വ്യക്തിഹത്യ ചെയ്തിട്ട് ഞാൻ മുറിയിൽ പോയിരുന്നിട്ട് കരഞ്ഞ യേശുവിനോട് ഐ ആം സോറി എന്ന് പറഞ്ഞാൽ അവിടെ പശ്ചാത്താപവും പാപമോചനവും ആരംഭിച്ചിട്ടേ ഉള്ളൂ, പൂർണ്ണമായിട്ടില്ല. യേശുവിൻ്റെ ഐ ആം സോറി എന്ന് പറയുമ്പോൾ പാപമോചനം ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാകുന്ന എവിടെയാണ്? ഞാൻ എന്നോട് തന്നെ വീണ്ടും അനുരഞ്ജനപ്പെട്ട് ഈ വ്യക്തിയുടെ അടുക്കൽ ഞാൻ പോയി സോറി പറയുമ്പോൾ ആ വ്യക്തി എനിക്ക് പാപമോചനം തരണം. അല്ലെങ്കിൽ ഞാൻ കട്ടെടുത്ത പൈസ വ്യക്തിക്ക് തിരികെ കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്നോട് തന്നെ അനുരഞ്ജനപ്പെടുകയാണ്. ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ അനുരഞ്ജനപ്പെടുകയാണ്, അവരോട് ഞാൻ അനുരഞ്ജനപ്പെടേണ്ടിയിരിക്കുന്നു. തുടർന്ന് ഞാൻ സഭാഗാത്രത്തെ മുറിപ്പെടുത്തിയതിനാൽ സഭയുടെ പ്രതിനിധിയായ യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധിയായ പുരോഹിതൻ്റെ അടുക്കൽ പാപം ഏറ്റുപറഞ്ഞ് രമ്യതപ്പെടുമ്പോൾ പാപമോചനത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നാലാമതായി, പാപം ചെയ്യുന്ന വഴി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ അത് ബാധിക്കും. മനുഷ്യനും പ്രകൃതിയും തമ്മിലൊരു താളമുണ്ട്, ലയമുണ്ട്. പാപം ചെയ്യുന്നത് വഴി അതിൻ്റെ തിക്തഫലം പ്രകൃതിയിൽ എല്ലായിടത്തേക്കും കടന്നു വരും. അതുകൊണ്ട് ഞാൻ പ്രകൃതിയോട് അനുരഞ്ജനപ്പെടേണ്ടിയിരിക്കുന്നു. കുമ്പസാരത്തിന് മുൻപുള്ള അനുതാപ ചിന്തകളിൽ അനുരഞ്ജനത്തിൻ്റെ ഈ 4 തലങ്ങളും കടന്നു വരേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി, ഞാൻ മണവാളനായ യേശുവിനോട് ആഴമായ പശ്ചാത്താപത്തിലൂടെ രമ്യപ്പെടണം. രണ്ടാമതായി, ഞാൻ എന്നോട് തന്നെ രമ്യപ്പെടണം. മൂന്നാമതായി, ഞാൻ ഏതെങ്കിലും വ്യക്തികൾക്ക് മുറിവുണ്ടാക്കിയെങ്കിൽ, നഷ്ടമുണ്ടാക്കിയെങ്കിൽ അവരോട് വ്യക്തിപരമായി രമ്യപ്പെടണം. അതുപോലെ
ഞാൻ മൂലം സഭാഗാത്രത്തിന് വേദനയുണ്ടായിട്ടുണ്ട്. അതിനാൽ സഭാഗാത്രത്തോട് ഞാൻ രമ്യപ്പെടണം. നാലാമതായി പ്രകൃതിയോട് രമ്യപ്പെടണം. അതിനായി അനുതാപത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും എല്ലാവരോടും മാപ്പപേക്ഷിച്ച് യേശു പാപമോചനാധികാരം നൽകി അപ്പസ്തോല പിൻഗാമികളായ സഭയുടെ പ്രതിനിധികളായ പുരോഹിതൻ്റെ അടുക്കൽ പാപം ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുക എന്നുള്ളത് തികച്ചും വേദപുസ്തക അധിഷ്ഠിതമാണ്. സഭയുടെ ആദ്യകാലം മുതലുള്ള വിശുദ്ധ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. ഇത് മനഃശാസ്ത്രപരവും സാമൂഹികവുമായ യുക്തിയിൽ അധിഷ്ഠിതവുമാണ്. കുമ്പസാരത്തിലൂടെ ലഭിക്കുന്ന പാപമോചനത്തിൻ്റെ ഉറപ്പും ദൈവകൃപയുടെ അനുഭവവും മറ്റെങ്ങും ലഭിക്കുകയില്ല. മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും വിഷാദ രോഗത്തിന് അടിമപ്പെടാതിരിക്കുന്നതിനും പാപത്തിൽ നിന്നും പൂർണ്ണ വിടുതൽ പ്രാപിച്ചു എന്ന ബോധ്യം ഓരോ വ്യക്തിക്കും ലഭിക്കുന്നതിനും പുരോഹിതൻ്റെ അടുക്കൽ നടത്തുന്ന കുമ്പസാരം വളരെ ഗുണം ചെയ്യുന്നുവെന്ന് മനഃശാസ്ത്രം വിവിധ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. നാം ഇതുവരെ പറഞ്ഞത് ഒരു പാപം ചെയ്യുന്ന വഴി അത് 4 തലങ്ങളിലേക്ക് അതിൻ്റെ സ്വാധീനം എത്തുന്നുവെന്നും 4 തലങ്ങളിലും അന്ത്യജ്ഞനം നടക്കണമെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. പലരും ചിന്തിച്ചിരിക്കുന്നത് ഞാൻ യേശുവിനോട് നേരിട്ട് പാപം ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ പാപമോചനം പൂർണ്ണമായി എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. പാപമോചനം ഒരു തുടർ പ്രക്രിയയാണ്. പാപമോചനം ഒരു നിമിഷം നടക്കുന്ന ഒരു സംഭവമല്ല. ഇത് ക്രമേണ നടക്കുന്നൊരു തുടർ പ്രക്രിയയാണ്. ഒരു വ്യക്തി പാപം ചെയ്തതിന് ശേഷം അനുതപിച്ച് യേശുവിനോട് സ്വകാര്യതയിൽ പാപം ഏറ്റുപറഞ്ഞ് പാപമോചനത്തിനായി അപേക്ഷിക്കുന്ന നിമിഷം പാപമോചനം ആരംഭിച്ചു എന്ന് പറയാം. അത് പൂർത്തിയായിട്ടില്ല. ഇവിടെ യേശുവിനോട് മാത്രമാണ് അന്ത്യജനപ്പെട്ടത്, രമ്യപ്പെട്ടത്. ഇത് പാപമോചനത്തിൻ്റെ ഒന്നാമത്തെ തലം മാത്രമാണ്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് യേശുവിനോട് നേരിട്ട് പാപം പറഞ്ഞാൽ യേശു പാപം മോചിക്കത്തില്ലേ? തീർച്ചയായിട്ടും യേശു പാപം മോചിക്കും. പക്ഷേ പാപമോചനത്തിൻ്റെ ഒന്നാമത്തെ തലം മാത്രമേ അതാകുന്നുള്ളൂ. പാപത്തിൻ്റെ മറ്റ് 3 ഘട്ടങ്ങളിലേക്ക് ഇനിയും നാം മാറേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി, ഇനിയും ഞാൻ അനുതാപത്തോടെ പാപം ഏറ്റുപറഞ്ഞ് എന്നോടും ഏതെങ്കിലും വ്യക്തിക്ക് മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമയായിച്ച് ആ വ്യക്തിയോടും പ്രകൃതിയോടും സഭാഗാത്രത്തോടും രമ്യപ്പെട്ട് യേശുവിൻ്റെ ദൃശ്യസഭയുടെ പ്രതിനിധിയായ പുരോഹിതനോട് പാപം ഏറ്റുപറഞ്ഞ് പുരോഹിതന് ലഭിക്കുന്ന പാപമോചനത്തിൻ്റെ ഉറപ്പിലൂടെയാണ് പാപമോചന പ്രക്രിയ പൂർണ്ണമാകുന്നത്. അതിനുശേഷം ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് പാപത്താൽ നഷ്ടമായ എല്ലാ ബന്ധങ്ങളും പുനരുദ്ധരിക്കപ്പെടുക. അതിനാൽ പാപമോചനം പശ്ചാത്താപത്തിൽ ആരംഭിച്ച് യേശുവിനോടും സഹോദരങ്ങളോടും പ്രകൃതിയോടും സഭയോടും അന്ത്യജനപ്പെട്ട് പൂർത്തീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് മനഃശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും പറയുന്നത് കുമ്പസാരം എന്ന കൂദാശയിലൂടെ അനേകർക്ക് വലിയ മനസ്സിൻ്റെ വിടുതലും മനസ്സിൻ്റെ സൗഖ്യവും ലഭിക്കുന്നു എന്ന്. കാരണം പാപം മോചിച്ചുവെന്ന് ഒരു വ്യക്തി ദൈവത്തിന് പകരക്കാരനായിട്ടിരുന്ന് എനിക്ക് ഉറപ്പ് തരുമ്പോൾ ആ ഉറപ്പ് എൻ്റെ മനസ്സിന് തരുന്നൊരു സൗഖ്യം, സന്തോഷം വളരെ വലുതാണ്. പാപത്തെ പൊതുവായി രോഗമായിട്ടാണ് പഴയ നിയമത്തിൽ കണ്ടിരുന്നത്. മലങ്കര സഭയുടെ പാരമ്പര്യം അനുസരിച്ചും പാപത്തെ രോഗമായി കരുതിയിരുന്നു. പാപത്തിൽ വീണ മനുഷ്യവർഗത്തോട് ഒരു രോഗിയോടെന്ന പോലെ സഹതാപത്തോടും കരുണയോടും കൂടിയാണ് ദൈവം ഇടപെടുന്നത്. ഒരാൾ സ്വന്തം തെറ്റുകൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താലോ രോഗിയായാൽ പോലും അയാളെ ശിക്ഷിക്കുകയല്ല, ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. കുറ്റവും ശിക്ഷയും എന്നതല്ല, ചികിത്സയും സൗഖ്യവുമാണ് പ്രധാന ചിന്ത. സഭ തൻ്റെ മക്കളുടെ പാപങ്ങളെ രോഗത്തിൻ്റെ ആരംഭമായി കണ്ട് ചികിത്സിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് രോഗിയെ നശിപ്പിക്കാനല്ല, സുഖപ്പെടുത്താനാണ്, രക്ഷിക്കാനാണ്. ഇതാണ് കർത്താവ് നല്ല വൈദ്യനായി വന്നതിൻ്റെ കാരണം. ലോകത്തെ വിധിക്കുന്ന ന്യായാധിപതി എന്നതിനേക്കാൾ മനുഷ്യരുടെ ശാരീരികവും ആത്മീകവുമായ രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുത്തി നിത്യജീവനിലേക്ക് നയിക്കുന്ന മഹാവൈദ്യനാണ് ക്രിസ്തു. കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഈ വൈദ്യശുശ്രൂഷയാണ് സഭ നിർവഹിക്കുന്നത്. അപ്പം പാപം രോഗമാണെന്നും അതുകൊണ്ട് ഒരു രോഗിയോട് എങ്ങനെയാണ് ഒരു ഡോക്ടർ ഇടപെടുന്നത്, അതേ രീതിയിൽ ദൈവം നമ്മോട് ഇടപെടുന്നുവെന്നും ആ ദൈവത്തിൻ്റെ ഇടപെടൽ സഭയിലൂടെ പുരോഹിതരിലൂടെ നടക്കുന്നുവെന്നും നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. ഒരു രോഗി ഡോക്ടറെ അടുക്കൽ ചെന്ന് രോഗവിവരങ്ങൾ വിശദമായി
പറയുന്നത് പോലെ ഒരു പാപി തൻ്റെ പാപത്തിൻ്റെ വിവരങ്ങൾ യേശുവിൻ്റെ പകരക്കാരനായ പുരോഹിതനോട് വിവരിക്കുകയാണ്, ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. സഭയാണ് പാപമോചനം നൽകുന്നത്. യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വിശുദ്ധ മത്തായി 18:18. യോഹന്നാൻ 20:22-23 പാപമോചന അധികാരം അപ്പസ്തോലന്മാർക്ക് അവരുടെ ശിരസിൽ ഊതിക്കൊണ്ട് കർത്താവ് ഈ അധികാരം പ്രഥമമായി നൽകുന്നത് നമ്മൾ കണ്ടു. ഈ അധികാരം സഭയ്ക്കാണ് നൽകിയത്, അപ്പസ്തോല സംഘത്തിനാണ് നൽകിയത്. സഭയിലൂടെ അപ്പസ്തോല സംഘത്തിലൂടെ മേൽപ്പട്ടക്കാർക്കും പട്ടക്കാർക്കും പിന്നീട് നൽകുകയുണ്ടായി. ആദിമസഭയിൽ പരസ്യമായി പാപം ഏറ്റുപറയുന്ന രീതിയായിരുന്നു. എന്നാൽ പല അസൗകര്യങ്ങൾ കാരണം രഹസ്യ കുമ്പസാരം സഭയിൽ ആരംഭിച്ചു. സഭയാണ് വ്യക്തിയുടെ കുമ്പസാരം ഏറ്റുപറച്ചിൽ കേൾക്കുന്നതും പാപപരിഹാരം നൽകുന്നതും. പട്ടക്കാരൻ സഭയുടെ പ്രതിനിധിയായിട്ടാണ് കുമ്പസാരം കേൾക്കുന്നത്. അതുപോലെ തന്നെ യേശുവിൻ്റെ പ്രതിനിധിയായും പുരോഹിതൻ നിൽക്കുകയാണ്. ചുരുക്കത്തിൽ പുരോഹിതൻ യേശുവിൻ്റെ പ്രതിനിധിയായും സഭയുടെ പ്രതിനിധിയായും ഒരുപോലെ നിന്നുകൊണ്ട് യേശു നൽകിയ പാപമോചനം സഭയിലൂടെ വൈദികനിലൂടെ നൽകപ്പെടുകയാണ്. ഏതായാലും സഭാ ശരീരവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റുപറച്ചിൽ നടത്തുന്നതും പാപമോചനം ലഭിക്കുന്നതും. ചുരുക്കത്തിൽ യേശുവിനെ മാറ്റി നിർത്തി, സഭയെ മാറ്റി നിർത്തി, പൗരോഹിത്യത്തെ മാറ്റി നിർത്തി പാപമോചനത്തിൻ്റെ പൂർണ്ണതയിലെത്തുക അസാധ്യമാണ്. ആദ്യം നമ്മൾ ചോദ്യമുണ്ട്, ഞാൻ യേശുവിനോട് നേരിട്ട് പാപം ഏറ്റു പറഞ്ഞാൽ പോരെ? നമ്മൾ ഉത്തരം നൽകുകയുണ്ടായി, അത് പാപമോചനത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ ഒരു തലം മാത്രമേ ആകുന്നുള്ളൂ. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ 4 തരത്തിലുള്ള അന്യജ്ഞാനം നടക്കണം. യേശുവിൻ്റെയും സഭയുടെയും പ്രതിനിധിയായ പുരോഹിതൻ്റെ അടുക്കൽ ഏറ്റുപറഞ്ഞ്, പുരോഹിതൻ്റെ അടുക്കൽ പാപം ഏറ്റുപറഞ്ഞ്, പുരോഹിതനിലൂടെ സഭയിലൂടെ ഈ പാപമോചനം നാം സ്വീകരിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. പാപമോചന അധികാരം യേശു അപ്പസ്തോലന്മാർക്ക് നൽകിയതിലൂടെ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ പുരോഹിതരിലൂടെയും സഭയിലൂടെയും ഈ പാപമോചനം നേടണം എന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. അടുത്തതായി കുമ്പസാരം അന്യജ്ഞാനത്തിൻ്റെ കൂദാശയാണ്. ദൈവത്തിൽ നിന്നും മനുഷ്യ സ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതെല്ലാം പാപമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു പ്രമാണമേ ഉള്ളൂ, അത് സ്നേഹത്തിൻ്റെ പ്രമാണമാണ്. ഒരാൾ പാപം മൂലം ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകലുന്നു. ദൈവവും മനുഷ്യനുമായി വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുന്ന അന്യജ്ഞാനത്തിൻ്റെ കൂദാശയാണ് കുമ്പസാരം എന്ന് നമുക്ക് പറയാം. ഇപ്രകാരം അനുതാപത്തിലൂടെയും ഏറ്റുപറച്ചിലൂടെയും ഒരു വ്യക്തി യേശുവുമായും യേശുവിൻ്റെ ശരീരമായ സഭാഗാത്രവുമായി അന്യജ്ഞാനത്തിലാവുകയും കൂട്ടായ്മയിലാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് കുമ്പസാരത്തെ അന്യജ്ഞാനത്തിൻ്റെ രമ്യതയുടെ കൂദാശയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത എപ്പിസോഡിൽ പശ്ചാത്താപത്തെക്കുറിച്ചും കുമ്പസാരത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആൻ്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ആരാധനക്രമ വർഷ കോർഡിനേറ്റർ.